ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ക്ഷേത്രം വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ. വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്ഷേത്രം സെർവറിൽ നിന്ന്. വെബ്സൈറ്റിലൂടെ ഹാക്കർമാർക്ക് എളുപ്പത്തിൽ സെർവർ ഹാക്ക് ചെയ്യാം. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എങ്ങനെയാണ് ഈ സുരക്ഷാ വീഴ്ചയെ കാണേണ്ടത്? നീലിമ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വെബ്സൈറ്റ്, അതായത് വഴിപാടും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഭക്തർ സമീപിക്കുന്ന വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് ക്ഷേത്രത്തിൽ തന്നെ പ്രധാന സെർവറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ വെബ്സൈറ്റിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കാത്തത്. സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ എന്ന സംവിധാനം SSL എന്നാണ് അറിയപ്പെടുന്നത്. സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ ഏതൊരു വ്യക്തിക്കും, ഏതൊരു ഹാക്കറിനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മെയിൻ സെർവർ ഹാക്ക് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ഭക്തജനങ്ങളുടെ അടക്കം സുരക്ഷാ സംവിധാനം, സ്വകാര്യതയടക്കം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതായത് വെബ്സൈറ്റിലൂടെ പണമിടപാടുകൾ നടത്തുന്ന ഭക്തർക്ക്, അത് വഴിപാടായാലും ശരി, മറ്റ് ഏത് ആവശ്യത്തിനും വെബ്സൈറ്റ് വഴി പണമിടപാടുകൾ നടത്തുന്ന വ്യക്തിക്ക് അവരുടെ ബാങ്ക് രേഖകളും അതോടൊപ്പം തന്നെ മറ്റ് ക്രെഡിറ്റ് കാർഡ്, അതോടൊപ്പം തന്നെ UPI അടക്കമുള്ള വിവരങ്ങളും ഹാക്കർക്ക് എളുപ്പത്തിൽ ചോർത്തിയെടുക്കാൻ സാധിക്കുമെന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് അത്യന്താപേക്ഷിതമാണ് സെർവറുകൾക്ക്. അത് ഏതൊരു ചെറിയ കമ്പനികളായാൽ പോലും ആ കമ്പനികൾക്കെല്ലാം ഇത്തരത്തിൽ സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റുകൾ വെച്ചുകൊണ്ടായിരിക്കും അവർ അവരുടെ ഇടപാടുകൾ നടത്തുക, അല്ലെങ്കിൽ പ്രവർത്തനം നടത്തുക. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലൊരു അതിസുരക്ഷാ മേഖലയായ ഒരു സ്ഥലം, വലിയ രീതിയിൽ സുരക്ഷാ സെക്യൂരിറ്റികൾ അടക്കം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം, ഒരു ഉറുമ്പ് കയറണമെങ്കിൽ പോലും സെക്യൂരിറ്റി ചെക്കിംഗ് കടക്കാതെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നിരിക്കെ സൈബർ സുരക്ഷയ്ക്ക് യാതൊരു പ്രാധാന്യവും ക്ഷേത്രത്തിൽ നൽകുന്നില്ല എന്നത് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൂടെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അധികൃതർക്ക് ഒരു വീഴ്ച പറ്റിയത് എന്നത് ഇനി അധികൃതർ തന്നെയാണ് വിശദീകരണം നൽകേണ്ടത്. അതായത് സൈബർ സുരക്ഷ ഉറപ്പാക്കാതെ ഇത്തരം സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ ഹാക്കർമാർക്ക് എളുപ്പത്തിൽ കയറാൻ സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ തന്നെ വാർത്ത നൽകിയത്, ക്ഷേത്രത്തിൽ സൈബർ ഹാക്കിംഗ് ഉണ്ടായിരിക്കുന്നു എന്നത്, സെർവർ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നതടക്കമുള്ള വാർത്തകൾ നമ്മൾ തന്നെ നൽകുകയും ചെയ്തിരുന്നു. ഇതിന് അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ക്ഷേത്രം ഭാരവാഹികളാണോ എന്നടക്കമുള്ള ആക്ഷേപങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കി ഇടുന്ന സാഹചര്യമുണ്ടായി? പ്രധാന സെർവറിലേക്ക്, അതായത് ഈ വെബ്സൈറ്റ് പ്രധാന സെർവറുമായി കണക്ട് ചെയ്ത വെബ്സൈറ്റാണ്. അങ്ങനെ പ്രധാന സെർവറുമായി കണക്ട് ചെയ്തൊരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിനെ തുറന്നിട്ടിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതീവ സുരക്ഷാ മേഖലയായ ഈ സ്ഥലത്ത് വലിയ ഗുരുതരമായ സൈബർ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ അന്വേഷണമടക്കം വേണമെന്ന ആവശ്യവും ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സോഫ്റ്റ്വെയറുമായി സംബന്ധിച്ച് ഇത് ഏതൊരു വ്യക്തിക്കും ഹാക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് വെബ്സൈറ്റ് തുറന്നു കൊടുത്തതിൻ്റെ കാരണം എന്താണെന്ന് അടക്കമുള്ള ആക്ഷേപങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പത്മനാഭസ്വാമി വലിയ അന്വേഷണം അനിവാര്യമായ ഘട്ടമാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായിരിക്കുന്നു. ക്ഷേത്രം വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ.